കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് ക്ഷണിച്ചുള്ള വീക്ഷണം മുഖപ്രസംഗത്തിനെതിരെ പ്രതിച്ഛായയിൽ മുഖപ്രസംഗം വന്നിരിക്കുന്നു. മുങ്ങുന്ന കപ്പലിൽ ലൈവ് ബോട്ടും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ജീവനക്കാരനാണ് വീക്ഷണമെന്ന് വിമർശനം. വീക്ഷണത്തിൻ്റെ പ്രചാരകരായി ചില കോൺഗ്രസ് നേതാക്കൾ മാറിയെന്നും കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുഖമാസികയായ പ്രതിച്ഛായ കുറ്റപ്പെടുത്തുന്നു. ടോബി ജോൺസൺ ചേരുന്നു കോട്ടയത്ത് നിന്ന് ചില വിവരങ്ങളുമായി. ടോബി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ രാജ്യസഭാ സീറ്റിന്റെ തർക്കം LDF-ൽ നടക്കുന്നതിനിടയിലാണ് വീക്ഷണം പത്രത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം വരുന്നത്. അതായത് LDF-നെ ഘടകകക്ഷികളെ എല്ലാ കാലത്തും സംരക്ഷിച്ചു പോരുന്നത് UDF ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ജോസ് കെ മാണിക്കും കൂട്ടർക്കും അവിടെ നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ UDF-ലേക്ക് തിരിച്ചു വരണമെന്നുള്ള ഒരു ക്ഷണമായിരുന്നു വീക്ഷണത്തിന്റെ ഭാഗത്തു നിന്നും വന്നത്. എന്നാൽ അതിനെ പ്രതിപക്ഷ നേതാവ് തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു ഘട്ടത്തിലാണ് ഒരു മറുപടി വീക്ഷണത്തിന്റെ ഈ ലേഖനത്തിന് പ്രതിച്ഛായയിലൂടെ കേരള കോൺഗ്രസ് എം നൽകുന്നത്. വിഷവീക്ഷണത്തിന്റെ പ്രചാരകർ എന്നുള്ള ഒരു തലക്കെട്ടോടു കൂടിയാണ് ആ ലേഖനം ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ ലൈഫ് ബോട്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരാണ് വീക്ഷണത്തിലുള്ളവർ. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്നതെല്ലാം തന്നെ ചില നാടകങ്ങളാണ്. UDF-ന് KM മാണി അടക്കമുള്ളവർ രൂപം നൽകുമ്പോൾ അന്ന് വള്ളിനിക്കറും ഇട്ട് നടന്നിരുന്ന നേതാക്കളാണ്, കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ കേരള കോൺഗ്രസിനെ വിമർശിക്കുന്നതെന്ന് ഓർക്കണമെന്നുകൂടിയുള്ള ഒരു കാര്യം ഈ പ്രതിച്ഛായയിൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ UDF വിട്ടതിന് ശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം UDF-ന് വലിയ തിരിച്ചടിയുണ്ടായി. എന്നാൽ അതിനുശേഷം LDF-ന് നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ പ്രതിച്ഛായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും